നമസ്കാരം, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം ശ്രീലപിള്ളേ. സംസ്ഥാന BJP ഘടകത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചില സംഭവവാസങ്ങൾ, ഏറ്റവും അടുത്ത് നമ്മൾ ചർച്ച ചെയ്ത ചില വിഷയങ്ങൾ, അതിലേറ്റവും പുതുതായിട്ടൊരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നു അല്ലേ? എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ BJPക്ക് ഏറ്റവും നല്ല സമയമാണ് തിരുവനന്തപുരത്ത് എന്ന് പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം നിലനിൽക്കുന്നു, 3 MLA-മാരെ കിട്ടുന്നു. എല്ലാവർക്കും കേരളത്തിലാകമാനം ഒരു ഉണർവുണ്ടായ സമയമായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ. വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവൊക്കെ വന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഞാനടക്കമുള്ള എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. BJPയിൽ സാധാരണഗതിയിൽ കാണാത്ത, സാധാരണഗതി BJPയിൽ എന്താ പ്രശ്നം ഉണ്ടാകുന്നത് വെച്ചാൽ അനൈക്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഓരോ ഗ്രൂപ്പ് വരുമ്പോഴും ആ ഗ്രൂപ്പിൽപ്പെടുന്നവരെ മാത്രം, അവരുടെ ആളുകളെ മാത്രം നിലനിർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാനോ കണ്ടെത്താനോ ഒന്നും ഒരു നേതാക്കന്മാർക്കും ഒരിക്കലും സാധിക്കുന്നില്ല. കഴിവുള്ള നിരവധി പേർ ചുറ്റുവട്ടത്തും സംഘപരിവാർ അനുകൂലികളും സംഘപരിവാറുകാരും അതുപോലെ പല രാഷ്ട്രീയ ഭാഗത്തു നിന്നുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെ ആരെയും ഈ പാർട്ടിയിൽ, അതായത് സംഘടനയുമായി ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആൾക്കാരെ, സംഘവുമായി ബന്ധമുള്ള ആൾക്കാരെ പുതിയതായി പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർ കാണിക്കുന്ന അഴിമതികളോ അല്ലെ കള്ളക്കഥകളോ ഇവരുടെ കാര്യങ്ങളോ ഒക്കെ പുറത്തറിയും. അല്ലെങ്കിൽ സംഘടനയിൽ മുതിർന്ന ആൾക്കാരോട് പറയാൻ കപ്പാസിറ്റി ഉള്ളവരെ ഇവരൊരിക്കലും സംഘടനയിൽ അടുപ്പിക്കില്ല. അടുത്ത കാലത്തായിട്ട് ഒന്നോ രണ്ടോ പേർ യുവാക്കളായി ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നു എന്നുള്ളതല്ലാതെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ പരിമിതിയാണ്. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവർ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടി നടത്തുന്നു, ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണം, ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു പരിപാടി നടത്തുന്നു, അവിടെ ഒരു നേതാവ് പോകുന്നു, പ്രസംഗിക്കുന്നു, തിരിച്ചു വരുന്നു. അതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സംഘടനാ പ്രവർത്തനം. അപ്പോൾ ഈ സംഘടനാ പ്രവർത്തനത്തിലുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നതുകൊണ്ട് എല്ലാവരും ഇടിച്ചിടിച്ച് നിൽക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. കാരണം സാമ്പത്തികമായി വളരെ മെച്ചം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ടുണ്ടാകും എന്നുള്ളതാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വന്ന അപ്പോൾ മുതൽ രാജീവ് ചന്ദ്രശേഖർ വന്നു. രാജീവ് ചന്ദ്രശേഖറിന് ശേഷം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സുരേഷ് വരുന്നു. സുരേഷ് വന്ന ശേഷം സുരേഷിൻ്റെതായ കുറേ ആൾക്കാരെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ യാതൊരു മാനദണ്ഡങ്ങളുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വെക്കുന്നവരെയോ അല്ലെങ്കിൽ അങ്ങനെ കഴിവുള്ള ആൾക്കാരായിരുന്നില്ല ഈ സ്ഥാനങ്ങളിലൊന്നും ഇരുന്നത് എന്ന് വളരെ വ്യക്തമായും സത്യസന്ധതയോടെ നെഞ്ചത്ത് കൈവച്ച് എനിക്ക് പറയാൻ കഴിയും. കാരണം കേരളത്തിലെ ഒരു 6 ജില്ലയിൽ ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് കേരളത്തിലെ ഒട്ടുമിക്ക പ്രവർത്തകരെയും BJPയുടെ പ്രവർത്തകരെ അറിയാം. കാരണം ഞാൻ ആദ്യം ജന്മഭൂമി ദിനപത്രത്തിലും അതിനുശേഷം റിപ്പോർട്ടറിലും അതിനുശേഷം ന്യൂസ് 18-ലും ഒക്കെ ജോലി ചെയ്ത ശേഷമാണ് ഇവിടെ ഭാരത് ലൈവിലേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എനിക്കതുകൊണ്ട് പ്രവർത്തകരെ അറിയാം. ആരാണ് കൊള്ളാവുന്ന പ്രവർത്തകർ, ആർക്കാണ് ഇതിൽ കപ്പാസിറ്റി ഉള്ള പ്രവർത്തകർ എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. എനിക്ക് ഓരോ ജില്ല നോക്കിയാലും ഓരോ ജില്ലയിലും തീരെ കഴിവ് കുറഞ്ഞ പ്രവർത്തകരെയാണ് വലിയ സ്ഥാനങ്ങളിലേക്ക് അവരോധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ തമാശയായിട്ട് പലരോടും പറഞ്ഞിട്ടുണ്ട്, ഇതിനെയൊക്കെ OLX എടുക്കുവാണെങ്കിൽ OLX എടുത്താൽ OLX വിൽക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും വരുന്ന പോലെ മാറ്റങ്ങൾ ഉണ്ടാകണം, കഴിവും കാര്യപ്രാപ്തിയുള്ളവർ മുമ്പോട്ട് വരണം, സംഘടനാ പ്രവർത്തനത്തെ ഗൗരവമായി കാണുന്ന സംഘടനാ പ്രവർത്തനം ചെയ്യാൻ അറിയുന്നവർ വരണം. അപ്പോൾ അതിന് പല മാനദണ്ഡങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ക്ലാസ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ക്ലാസ് നടത്തുകയല്ല, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വളരെ കൃത്യമായ ഒരു ടാലൻറ്റ് ഹണ്ട് നടത്തുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഈ സുരേഷ് സംസ്ഥാന അധ്യക്ഷനായി വന്ന ശേഷം ആദ്യം ചെയ്തത് സുരേഷിൻ്റെ ഫാമിലി ഫ്രണ്ടും സുരേഷുമായി വളരെ അടുപ്പവുമുള്ള അഞ്ജന എന്ന് പറയുന്ന ഒരാളെ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അഞ്ജന സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കൊണ്ടിരുന്നു. അഞ്ജനയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു. 670 വോട്ടാണ് അഞ്ജനയ്ക്ക് ആ തെരഞ്ഞെടുപ്പിൽ, പട്ടം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 670 വോട്ടാണ് അവർക്ക് കിട്ടിയത്. ഇതിന് മുമ്പ് ഒരു തവണ അവർ കേശവദാസപുരത്ത് നിന്ന് മത്സരിച്ച് തോറ്റ ആളാണ്. അത് കഴിഞ്ഞ് അവരെ പരിപാടികൾക്കൊക്കെ വിടുന്നു, നേതാവാക്കുന്നു. പെട്ടെന്നുണ്ടായ ഒരു ഇതെന്ന് സാധാരണഗതിയിൽ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ MG കോളേജിൽ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്ത് എവിടെയോ ഒരു സംഘടനാ പ്രവർത്തനം ചെയ്തു. അതിനുശേഷം കുറച്ചു കാലം മഹിളാ മോർച്ചയിൽ ഉണ്ടായിരുന്നു എന്നതല്ലാതെ ഒരു സംസ്ഥാന സെക്രട്ടറി ആകാൻ വേണ്ട മറ്റ് യാതൊരു യോഗ്യതകളും ഇല്ലാതെ, യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് സുരേഷ് അവരെ കൊണ്ടുവന്ന് സംസ്ഥാന സെക്രട്ടറി ആക്കിയത്. അന്ന് തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമായതാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കീ പോസ്റ്റായ സംസ്ഥാനത്തെ ഇലക്ഷൻ്റെ സ്ട്രാറ്റജി, അതായത് ഇലക്ഷൻ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയും രൂപീകരിക്കുന്ന ആ ഇലക്ഷൻ ഓഫീസിൻ്റെ ചുമതല നൽകിക്കൊണ്ടാണ് സുരേഷ് എന്ന ഗോഡ് ഫാദർ അവരെ നിലനിർത്തിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സുരേഷ് അവിടെ നിർത്തിയതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഈ പറയപ്പെടുന്ന സംസ്ഥാന സെക്രട്ടറി അവരുടെ മുഴുവൻ കടങ്ങളും ഓരോ സ്ഥലങ്ങളിൽ അടച്ചും
വീട്ടുകയും ബാങ്കുകളിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുകയും വാഹനം വാങ്ങിക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ, ഈവൻ എന്താണ് പറയുന്നത്, തലമുടി വരെ, അവരുടെ തലയിൽ തലമുടി കുറവുള്ള ഒരാളായിരുന്നു, തലമുടി വരെ വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ പണം ഒരു തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയല്ല, അവർ അവിടെ ഇരുന്ന് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് മാനേജ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. എന്നിട്ടുകൂടി ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 5 കോടി രൂപയെങ്കിലും അവർ സമ്പാദിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഞാൻ ചില സൂചനകൾ മാത്രം, ആരാണ് ഏതാണെന്നൊന്നും പറഞ്ഞില്ല, സൂചനകൾ മാത്രം പറഞ്ഞിരുന്നു. ഈ സൂചനകൾ പറയുമ്പോഴും ഞാൻ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യവും പറയില്ല. എൻ്റെ കയ്യിൽ അതിന് തക്ക തെളിവുണ്ടാകും. അതായത് ഇവർ ബാങ്കുകൾ അടച്ചതിൻ്റെ റെസിപ്റ്റ്, ഇവർ ബാങ്കുകളിൽ നിക്ഷേപിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ തെളിവുകളോട് കൂടിയാണ് ഞാൻ ഈ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. BJP ഇതിൽ നടപടി എടുക്കുമോ, എടുത്തില്ലെങ്കിൽ അപ്പോൾ നോക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. കാരണം ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം, BJPയെ പോലൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ട് ഭരണമില്ലാത്ത കാലത്ത് അടിയും ചവിട്ടും കൊണ്ട് സർവൈവ് ചെയ്ത ഒരു പ്രസ്ഥാനമാണ് BJP. ഇന്നാണല്ലോ പണം വരുന്നത്. പണമില്ലാത്തൊരു കാലഘട്ടത്തിൽ 5 പൈസ വണ്ടിക്കൂലിക്ക് പോലും, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, രാമൻപിള്ള സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, തോൾ സഞ്ചിയുമായി റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യുന്ന രാമൻപിള്ള സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര ഇമോഷണലി, അപ്പോൾ പലരും എന്നോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാനൊരു വ്യക്തിക്കെതിരെയല്ല പറയുന്നത്, ഒരു സംഘടനയെ നശിപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെയാണ് എൻ്റെ പോരാട്ടം. അല്ല, ഞാൻ BJPയുടെ ആശയത്തെയോ സംഘപരിവാർ ആശയത്തെയോ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ പുഴുക്കുത്തു വീഴ്ത്തിക്കൊണ്ട് അതിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കെതിരെയാണ് എൻ്റെ പോരാട്ടം. ഇതിൽ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അഞ്ജനയെയും അതുപോലെ പാങ്ങപ്പാറ രാജീവ് അതുപോലെ വിജയകുമാർ എന്ന് പറയുന്ന 3 പേരെയും BJP തൽക്കാലം പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇവർ എടുത്തിട്ടുള്ള പണം തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടുത്തിട്ടുള്ള പണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സ്റ്റേറ്റ് ഓഫീസിലേക്ക് കൊടി വരുന്നത് നാഷണൽ ലെവലിൽ നിന്ന് പ്രിന്റ് ചെയ്ത് അയക്കുന്നതാണ്. ഇവിടെ കൊടിക്ക് കരാർ കൊടുത്തുകൊണ്ട് അതിൽ നിന്നും പണം ബാങ്ക് അക്കൗണ്ട് ത്രൂ വരെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ബാങ്കുകളിൽ അടച്ചതിൻ്റെ റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ചില ബാങ്കുകൾ അതുപോലെ ഒരു 50 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. 54 ലക്ഷം രൂപ ലോൺ അടച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്. വേറൊരു സ്ഥലത്ത് 2 ലക്ഷം രൂപ, ഒരു സ്ഥലത്ത് 1,70,000 രൂപ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കാർ വാങ്ങിയിട്ടുണ്ട്. എവിടുന്നാണ് ഈ പണം? പാർട്ടി വളരുകയല്ല, മനുഷ്യൻ വളരുന്നുണ്ട്, ഭാരവാഹികൾ വളരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വോട്ട് കിട്ടിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തിയില്ലെങ്കിലും അവിടെ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, അതായത് ഹെലികോപ്റ്റർ എടുത്തതായാലും വാഹനങ്ങൾ ഇറക്കിയതായാലും എല്ലാ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ബസ് ഇറക്കുമല്ലോ, ട്രാവൽ എല്ലാ ജില്ലകളിലും പോകാൻ വേണ്ടി, അത്തരത്തിൽ ബസ് ഇറക്കിയതായാലും എല്ലാ കാര്യത്തിലും അഴിമതി. അതായത് ഒരു പേന 5 രൂപയുടെ പേന വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2 രൂപ അഴിമതി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ 3 പേരെ ഇങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മാത്രം നടപടി പൂർത്തിയാവില്ല. യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സുരേഷോ അല്ലെങ്കിൽ സോമൻ എന്ന് പറയുന്ന ഇലക്ഷന്റെ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന സോമൻ എന്ന് പറയുന്നതാണ്, സോമനോ സുരേഷോ ഒക്കെ അറിയാതെ അവിടെ ഇത്തരത്തിലൊരു അഴിമതി കാണിക്കാൻ ഈ 3 പേർക്ക് മാത്രമായി കഴിയില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അതിൽ വളരെ കൃത്യമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെയും ഒക്കെ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള നിലപാടുകളിലേക്കോ അല്ല തീരുമാനങ്ങളിലേക്കോ പോയിട്ടില്ല. ഇപ്പോഴും ഇത് റിലീസൊന്നും കൊടുത്ത് പുറത്താരെയും അറിയിക്കാതെ മാനേജ് ചെയ്യാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചുമതലകളിൽ നിന്ന് മാറ്റി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൊല്ലത്തിൻ്റെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറിയാണ് അവർ. കൊല്ലത്തിൻ്റെ ചുമതലയുണ്ട്. അവരാണ് ബസ്സിൽ കഴിഞ്ഞ ഇടയ്ക്കൊരു സമരം നടത്തിയല്ലോ, ബസ് ചാർജ് വർധനയ്ക്കെതിരെ. അപ്പോൾ അവരെ നേതാവാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സുരേഷിൻ്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ തിരിച്ചടിയായത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അഞ്ജന ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എസ് സുരേഷിനാണ്. അവരെ കൊണ്ടുവന്ന എസ് സുരേഷിനും അതുപോലെ തന്നെ അവരെ പ്രൊമോട്ട് ചെയ്തവർക്കുമാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. എന്ത് യോഗ്യതയാകും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് പെട്ടെന്ന് കയറി വരിക എന്നൊക്കെ പറയുമ്പോൾ, അതും സംസ്ഥാന മുട്ടുകളുടെ ഇലക്ഷൻ്റെ ചുമതല ഏൽപ്പിക്കുക, അതാണ് അതിനെ. കാരണം മറ്റുള്ള പലരെയും കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരാളെയും ആ പാർട്ടിയിൽ അടുപ്പിക്കില്ല. അത് BJPയുടെ പൊതുവെയുള്ള, അത് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ കുറച്ചുകൂടി, അതായത് സ്ത്രീകൾ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരായിരിക്കണം എന്നൊരു നിയമം കൂടിയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അത് പറ്റില്ല. അതായത് പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല ആൾക്കാരും പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. ആ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള പ്രവർത്തകരാരാ? കൊള്ളാവുന്ന ഏതെങ്കിലും പ്രവർത്തകരെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവരെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന രശ്മി 2-3 പ്രാവശ്യം കോൺഗ്രസിന് വേണ്ടി നിന്നും തോറ്റ സ്ഥാനാർത്ഥിയാണ്. 3 പ്രാവശ്യം കോൺഗ്രസിന് വേണ്ടി നിന്ന് തോറ്റെങ്കിൽ BJPയിൽ വന്ന് അവരെന്ത് ചെയ്യാനാ? എന്തുകൊണ്ടാണ്? അതായത് ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചോ അറിയില്ല.
ആരാണ് ഏതാണ് വരുന്നതെന്ന് അറിയില്ല. കോൺഗ്രസിൽ നിന്ന് 2 പേര് വരുന്നു, അവർ DCC മെമ്പറാണല്ലേ, പിന്നെ വലിയ ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹവും വിചാരിക്കും ശരിയായിരിക്കും, ഇവിടുത്തെ വലിയ നേതാവായിരിക്കുമെന്ന്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത്, ഇനി അദ്ദേഹം എനിക്ക് മനസ്സിലാകുന്നത് ഒരു പാർട്ടി ഇപ്പോൾ ഒന്ന് റീവാമ്പ് ചെയ്യാനുള്ള ശ്രമമാണ് എന്നാണ്. ഭാരവാഹികളെ ഒന്ന് മാറ്റി നിശ്ചയിക്കാനൊക്കെ ഉള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം അദ്ദേഹം ചെയ്യേണ്ടത്, ഏതെങ്കിലും ഏജൻസിയെ വെച്ച് രാഷ്ട്രീയത്തിന് കൊള്ളാവുന്ന ആരൊക്കെയുണ്ട്, BJPയിൽ പ്രവർത്തിക്കാൻ കൊള്ളാവുന്ന ആരൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കി പരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നും മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ കൊള്ളാവുന്നവരെ ഈ പാർട്ടിയിൽ കൊണ്ടുവന്ന് പാർട്ടിയിൽ ചിട്ടയായ പ്രവർത്തനം ഒരു 5 വർഷം നടത്തിയാൽ 5 വർഷത്തിനുള്ളിൽ BJPക്ക് അധികാരത്തിൽ വരാൻ പോലുമുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകും. ഈ എഴുത്ത് പരീക്ഷ ഇന്റർവ്യൂ അത് അവിടെ ഉള്ളവർക്ക്, അവിടെ നിലവിലുള്ളവർക്ക് എഴുത്ത് പരീക്ഷ ഇന്റർവ്യൂ, അതായത് ഒരു ക്ലാസ് നടത്തുക, ശ്യാമപ്രസാദ് മുഖർജി ആരാണ്, അതിൽ നിന്ന് 4 ചോദ്യം ചോദിക്കും, അതിലൊരു സർട്ടിഫിക്കറ്റും കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ എഴുത്ത് പരീക്ഷ. യഥാർത്ഥത്തിൽ അതല്ല നടത്തേണ്ടത്. യഥാർത്ഥത്തിൽ നടത്തേണ്ട കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക വിഷയങ്ങളെക്കുറിച്ച് കുറച്ച് ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു ഇവരുടെ കേപ്പബിലിറ്റി, അതായത് ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഒരു ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഡിബേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അധികരിച്ചുകൊണ്ടൊരു ടാലൻറ്റ് ഹണ്ട് നടത്തി നേതാക്കന്മാരെ കണ്ടെത്തി ഇവിടെ പ്രവർത്തിപ്പിച്ചാൽ 2 കാര്യം ഒഴിവാക്കാം. ഒന്ന്, അഴിമതി ഒഴിവാക്കാം. ഈ പണം മാത്രം ലക്ഷ്യമാക്കി പാർട്ടിയിലേക്ക് വരുന്നവരെ മാറ്റി നിർത്താം. ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ വക്താക്കളായി വരുന്നവരെ മാറ്റി നിർത്താൻ കഴിയും. ഇത്തരത്തിലുള്ള കഴിവും കാര്യപ്രാപ്തിയും ഇല്ലാത്തവരെ യാതൊരു പണത്തിന് വേണ്ടി മാത്രം, അതായത് സംഘടനയും ആശയത്തെയും പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരെ തൂത്തെറിയാൻ സാധിക്കും. അതാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആലോചിച്ച് നോക്കൂ, നേരത്തെ രാഹുൽ ഗാന്ധി നടത്തിയ ടാലന്റ് ഹണ്ടിലുള്ളവരാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ യുവ നേതാക്കളെല്ലാം തന്നെ. അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് നേതാക്കന്മാർക്ക് കടന്നു വരാൻ പറ്റില്ല. അത് രാഹുൽ ഗാന്ധി ചെയ്ത വലിയ നല്ല കാര്യം തന്നെയാണ്. അന്നെല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി, രാഷ്ട്രീയത്തിൽ ടാലന്റ് ഹണ്ട് നടത്തിയാണോ ആളെ എടുക്കുന്നത്. പക്ഷെ അദ്ദേഹം ചെയ്ത വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെ മാറ്റി നിർത്തിയത് കൊണ്ടും, ഇവരെ മാത്രം മാറ്റി നിർത്തിയത് കൊണ്ടാവില്ല, ഇവരെ പണം അടച്ചു കഴിഞ്ഞ്, എനിക്ക് തോന്നുന്നു അങ്ങനെ വല്ലതും ആയിരിക്കാം, പണം അടച്ചു കഴിഞ്ഞ് അവർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള പണം അടച്ച ശേഷം അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത, ഇവരെ പ്രോത്സാഹിപ്പിച്ച, ഇവരെ ഈ ചുമതല ഏൽപ്പിച്ച ആൾക്കാരെ തന്നെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചില സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നല്ലോ, ഇത്തവണ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതലയൊക്കെ സ്ഥാനാർത്ഥികൾ, ചില പെയ്ഡ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. നമ്മുടെ കൊല്ലം പത്തനംതിട്ട ജില്ല വിട്ടിട്ടുള്ള ഒരു ജില്ലയിലെ സ്ഥാനാർത്ഥിയായിരുന്നു, പ്രധാനമന്ത്രിക്ക് അവിടെ വന്നതാണ്. അപ്പം ആ സ്ഥാനാർത്ഥിക്ക് ഈ പണത്തിന്റെ മൊത്തം സ്ഥാനാർത്ഥികൾക്ക് ആ സ്ഥാനാർത്ഥി വലിയ വീടൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. BJP ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഏതൊക്കെ സ്ഥാനാർത്ഥികൾ കോടിക്കണക്കിന് രൂപയുടെ വീടും സ്ഥലവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായി. പണ്ട് ഞാൻ അനിൽ പനച്ചൂരാനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അനിൽ പനച്ചൂരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അനിൽ പനച്ചൂരാൻ പഴയ SFIയുടെ ചെയർമാനായിരുന്നു കോളേജിൽ, DKM കോളേജിൽ. അപ്പോൾ അനിൽ പനച്ചൂരാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പനച്ചൂരാൻ എന്നോട് പറഞ്ഞാണ്, രാഷ്ട്രീയം ഇത്രയധികം ലാഭമുള്ളൊരു ബിസിനസ്സാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല, അന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ പോയേനെയും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ പറയുന്നു, ആശയത്തെക്കാൾ ഉപരി ഇവരെല്ലാം പണം ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരാണ്. ജനം BJP പ്രവർത്തകരും ആരാധകരും ഒക്കെ ആഗ്രഹിച്ചത് BJPയുടെ ഒരു ഗുഡ് ഗവേണൻസ്. തീർച്ചയായിട്ടും 10ലധികം പേരെങ്കിലും ജയിച്ചു വരണമെന്നായിരുന്നു. തീർച്ചയായിട്ടും അത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകളുണ്ട്. ചില സ്ഥാനാർത്ഥികൾ പെയ്ഡ് സ്ഥാനാർത്ഥികളായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ BJPയിലുണ്ട്. അത് പെയ്ഡ് സ്ഥാനാർത്ഥി ആരാണെന്നും അതിൻ്റെ വിവരങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഞാനിത് സംഘടനയ്ക്ക് ദോഷം വരണം എന്നാഗ്രഹിച്ച് പറയുന്നതല്ല, അത് പുറത്തു വിടണ്ട എന്ന് വിചാരിച്ചതാണ് പല കാര്യങ്ങളും. ഈ പണത്തിൻ്റെ അടക്കമുള്ള, ഈ എവിടെയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്തതെന്ന് അടക്കമുള്ള നേതാക്കന്മാരുടെ ഏകദേശ വിവരങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനത് വേണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് കൃത്യമായി തന്നെ നേതൃത്വം ഇതിനൊരു നടപടി എടുത്തിരിക്കുന്നു. ആ നടപടി തുടർന്നും ഉണ്ടാകണം. ആരൊക്കെയാണ് ഇതിനകത്തുള്ളത്, ആരൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങളായി പ്രവർത്തിച്ചിട്ടുള്ളത്, ആരൊക്കെയാണ് ഈ പണത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുള്ളത്, ആരാണ് ഇവരെ പണം വാങ്ങാൻ പ്രേരിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഏതായാലും ഒരു സ്ത്രീ, മിനിഞ്ഞാന്ന് വന്നൊരു സ്ത്രീ ഇത്രയും അഴിമതി കാണിക്കണമെങ്കിൽ ശക്തമായ കരങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ടെന്ന് വിശ്വസിക്കാനുള്ള ആളാണ് ഞാൻ. അങ്ങനെ തന്നെ ഞാൻ ചിന്തിക്കുന്നു. അവരെ മാത്രമായി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം വ്യക്തമാണ്, അവരുടെ പിന്നിൽ ആരോ ഉണ്ട്. അതുകൂടി കണ്ടെത്തി അവരെ കൂടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള മാർഗമാണ് കൃത്യവും വ്യക്തവുമായി സംസ്ഥാന അധ്യക്ഷൻ ചെയ്യേണ്ടത്. ഇതുകൊണ്ട് അവസാനിക്കില്ലല്ലോ. കാരണം 2020 19 സ്ഥാനാർത്ഥികളെ കൊടുത്ത് 19 8, 9, 10 നിലയിൽ പൊട്ടി. അപ്പോൾ വലിയൊരു തുക BJPക്ക് നൽകിയിട്ടാണ്, BJPയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് നൽകിയിട്ടാണ് 2020 സാബു അടക്കം വന്നത് അന്നൊരു വാർത്ത. അതെനിക്കൊന്ന് CSR ഫണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് CSR ഫണ്ടാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. BJPക്ക് പൊതുവെ കാശുണ്ടല്ലോ. ഈ ജയസാധ്യത ഇല്ലാത്ത 19 പേരെ നിർത്താൻ
എങ്ങനെ 2020 അനുമതി കൊടുത്തു? കാരണം ഘടകകക്ഷിക്ക് ഇഷ്ടത്തിനങ്ങ് തീരുമാനിക്കാൻ ഇത്തവണ സാധാരണഗതിയിൽ അങ്ങനെയല്ല. പ്രധാനപ്പെട്ട സീറ്റുകൾ ഇപ്പോൾ തൃപ്പൂണിത്തറ കൊടുങ്ങല്ലൂർ പോലുള്ള പ്രധാനപ്പെട്ട സീറ്റുകളാണ് ഘടകകക്ഷികൾക്ക് കൊടുത്തത്. ഏറ്റുമാനൂര് അതെ, നല്ല മണ്ഡലങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇത്തവണ കോംപ്രമൈസ് ചെയ്ത്. എന്തായിരുന്നു അതിന്റെ മാനദണ്ഡം എന്നറിയില്ല. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അതൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് അദ്ദേഹം പുറത്തുനിന്ന് ഒരു അന്വേഷണ ഏജൻസിയെ വെച്ചിട്ട് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച്, ഇവരുടെ അഴിമതികളെക്കുറിച്ച്, ഇവരുടെ താല്പര്യങ്ങളെക്കുറിച്ച്, ഈ BJP നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള BJP നേതാക്കന്മാരുടെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് അവർ നല്ല ആൾക്കാരെ, കൊള്ളാവുന്ന ആൾക്കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് ഏതെങ്കിലും പുറത്തുനിന്നുള്ള ഒരു ഏജൻസി വെച്ച് രാഷ്ട്രീയത്തിന് കൊള്ളാവുന്നവരാരാണ്, ഇനി പാർട്ടിയിലേക്ക് കൊണ്ടുവരേണ്ടവരെ ആരെയാണ്, ഇത്തരത്തിൽ ഒരു കൃത്യവും വ്യക്തവുമായി അദ്ദേഹം ഒരു സർവേ നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിൽ അദ്ദേഹത്തിന് സത്യസന്ധമായി, ഇപ്പം ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, വേറെ ആരും പറയുന്നത് വിശ്വസിക്കേണ്ട, ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗം നിങ്ങൾ സ്വന്തമായി ഒരു സർവേ നടത്തി നോക്കൂ. എന്തൊക്കെയാണ് ബിജെപിയുടെ നേതാക്കന്മാരുടെ താല്പര്യങ്ങളെന്നും എന്തൊക്കെയാണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി BJP സ്ഥാനാർത്ഥിനെ ഏറ്റുമാനൂരിൽ മത്സരിച്ചു VN വാസവനെതിരെ. മറ്റെല്ലാ മന്ത്രിമാരും തോറ്റും. അപ്പോൾ വാസവൻ തോറ്റെങ്കിലും ജയിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ. അതുപോലെ തന്നെ ഒരുപാട് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം സെൻട്രൽ, അവിടെ തിരുവനന്തപുരം സെൻട്രലിൽ സ്ഥാനാർത്ഥിയായിരുന്നല്ല, BJP ആരെ നിർത്തിയാലും ജയിക്കേണ്ട ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ജയിച്ചു പോയി. ഒരുപക്ഷെ കരമന അജിത്തിനെ നിർത്തിയിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ജയിക്കാവുന്ന മണ്ഡലമായിരുന്നു എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അപ്പൊ ഇത്രയും സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ അവർക്കൊരു ബൂസ്റ്റപ്പ് കൊടുക്കാതെ ചില ഞാൻ പറഞ്ഞല്ലോ, ഈ പുതിയ സ്ഥാനാർത്ഥികൾ വരുന്നതും പെയ്ഡ് സ്ഥാനാർത്ഥികൾ വരുന്നതും ഒക്കെ ഗുണം ചെയ്യുന്നത് ഈ പണം അടിക്കാൻ നിൽക്കുന്ന നേതാക്കന്മാർക്കാണ്. കാരണം അവർക്ക് ഈ സംഘടനാ സംവിധാനത്തെക്കുറിച്ചോ പണം എങ്ങനെ ചെലവഴിക്കുന്നതിനെക്കുറിച്ചോ ആര് ചെലവഴിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പോൾ ഇവർക്ക് അതുപോലെ വേറൊരു പരിപാടി കാണിച്ചത്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ഡലങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ പല മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളെ B ക്ലാസ്സും ആക്കി, B ക്ലാസ്സിനെ C ക്ലാസ്സും ആക്കി. അപ്പോൾ 2-3 കോടി രൂപ വീതം ഇതിൽ ഓരോ ക്ലാസ് മണ്ഡലങ്ങൾക്കും കുറവാണ്. ഇപ്പോൾ A ക്ലാസ് മണ്ഡലത്തിൽ 5 കോടി രൂപ വരുന്നെങ്കിൽ, ഞാനൊരു ഉദാഹരണത്തിന് പറയാം, 5 കോടി രൂപയാണ് ചെലവഴിക്കാൻ വരുന്നതെങ്കിൽ B ക്ലാസ് മണ്ഡലം 3 കോടി രൂപയാകും. അപ്പോൾ A ക്ലാസ്സിനെ B ക്ലാസ് ആക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പത്മജ വേണുഗോപാൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ രാജേന്ദ്രൻ പണം കിട്ടിയില്ല എന്ന് പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പല പരാതികളും കേരളത്തിലെ ഇപ്പോഴത്തെ BJP നേതൃത്വം, അത് ഒരിക്കലും രാജീവ് ചന്ദ്രശേഖറിലേക്കുമല്ല, അത് ഉറപ്പോടെ പറയാൻ പറ്റും. രാജീവ് ചന്ദ്രശേഖരന് ഇതിനൊന്നും ഒരു പങ്കുമില്ല. അദ്ദേഹത്തിന് പണമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം പണം എടുക്കുമെന്നോ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം വേറൊരു തലത്തിലുള്ള ആളാണ്. അദ്ദേഹമല്ല ഇതിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി പറ്റിയത്, സാധാരണഗതിയിൽ BJPക്ക് ഓർഗനൈസിംഗ് സെക്രട്ടറി RSS നൽകാറുണ്ട്. ഇത്തവണ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇല്ലാതിരുന്നത് കൊണ്ട് സംഘത്തിന്റെ ഒരു ആൾ, RSSന്റെ ഒരാൾ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സാധാരണഗതിയിൽ വരാറുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതികൾ കുറയും. ഇത്തവണ ആ പണമെല്ലാം ചെലവഴിച്ചിരുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ്. ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെ കൂടി, സംഘടനാ സെക്രട്ടറിയുടെ കൂടി ചുമതലയുള്ള ആൾ S സുരേഷ് ആയിരുന്നു എന്നാണ്. ഇതിൽ 1 രൂപ എവിടെ പോയിട്ടുണ്ടെങ്കിലും അതിന് ഏറ്റവും പ്രധാന കാരണക്കാരനായി സത്യം പറഞ്ഞാൽ വരേണ്ടത് S സുരേഷ് തന്നെയാണ്. ഈ ചെറിയ നടപടി കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വ്യക്തമായും ഞാൻ പറയുന്നത് കൂടുതൽ ഒരു പക്ഷേ സംഘടനാപരമായ വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഗൗരവത്തോടെ ചിന്തിക്കാൻ, കണക്കുകളും ഒക്കെ കാണുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള കള്ളത്തരം കാണിക്കുന്ന അഴിമതിക്കാരെ ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കരുത് BJP എന്നാണ് എനിക്ക് പറയാനുള്ളത്.